Prayer. Heavenly Father, we come to you today in prayer, asking for your guidance and wisdom as we begin this online class. Help us to stay focused and attentive as we learn and grow together. Give us the strength to stay motivated and courage to ask questions when needed. We thank you for the opportunity to learn and grow in knowledge. May our minds be open to new ideas and our hearts be filled with understanding. In Jesus' name, Amen. Thought of sign in. Good morning, everyone. I am Afila, and it gives me great joy to warm welcome you all to today's class. I wish that today's will be a day filled with freshness, happiness, and positive energy. To begin, let us start with a beautiful prayer by Jasmine. Uh, I extended a warm welcome to our respected teacher Abarna ma'am, who will be handling today's class. I also welcome all my enthusiastic and energetic classmates. I hope you will all remain active and participate thought out the section to make this morning even more inspiring. Our dear friend Sajina will now present the thought of the day. Thank you, ma'am. Thank you all. A very good morning to all. Thought of the day. We must accept finite disappointment, but never lose infinite hope. അനന്തമായ നിരാശയെ നാം അംഗീകരിക്കണം, പക്ഷെ ഒരിക്കലും അനന്തമായ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. Quote by Martin Luther King. Welcome all. Good morning, ma'am. Good morning. Ma'am. Okay. ഇന്ന് സ്ട്രെങ്ത് വളരെ കുറവാണല്ലേ? വെയിറ്റ് ചെയ്യായിരുന്നു. എലക്ഷനൊക്കെ ആണല്ലോ, അപ്പൊ അതായിരിക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചല്ലേ. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറയുന്നത്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറയുന്നത്. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. അവർക്ക് ലവ് ഓഫ് ഓർഡർ ഉണ്ടാവും, ലവ് ഓഫ് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, അവർക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, നമ്മൾ കാര്യങ്ങൾ അവരെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ റിയൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവരെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ലവ് ഓഫ് സൈലൻസ്, അവർക്ക് ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ റിയൽ ചോയ്സ്, നോട്ട് ഫ്രോം ക്യൂരിയോസിറ്റി, അവർക്ക് കാര്യങ്ങൾ റിയൽ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിപെൻഡൻസ്, നമ്മൾ ഫ്രീഡം അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും, ഒബീഡിയന്റ് ആയിരിക്കും. അതേപോലെ തന്നെ മ്യൂച്വൽ ഹെൽപ്പ്, നോർമലൈസ്ഡ് ചിൽഡ്രൻസിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മിക്ക ക്ലാസ് റൂമുകളിലും ചിലപ്പോൾ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ചിലപ്പോൾ വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. നമുക്കറിയാലോ മെറ്റീരിയൽസിനൊക്കെ ഒത്തിരി റേറ്റും കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയലേ ഉള്ളെങ്കിൽ അപ്പൊ ആ ഒരു കുട്ടി വർക്ക് ചെയ്യുന്നത് വരെ അടുത്ത കുട്ടി അത് വെയിറ്റ് ചെയ്യും. അവൻ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നത് വരെ അവൻ നല്ല പേഷ്യൻസോട് കൂടി ഇരിക്കും. ആ വർക്ക് ചെയ്ത് ആ കുട്ടി കംപ്ലീറ്റ് ചെയ്ത് അവന്റെ പ്ലേസിൽ റീപ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും കുട്ടി എടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ പേഷ്യൻസ്, അത്രയും നേരം ആ കുട്ടിയുടെ വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത്രയും നേരം പേഷ്യൻസോട് കൂടി നിൽക്കാനായിട്ട് കുട്ടിക്ക് പറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പേഷ്യൻസ് വളരെ കുറവാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലെ? നമ്മളുടെ മക്കളെ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ക്ഷമ വളരെ കുറവായിരിക്കും അല്ലെ. പെട്ടെന്ന് ദേഷ്യം വരും, അവർക്കത് വേണം. ആ ഒരു പ്രശ്നമൊക്കെ നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഷെയറിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ് ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അവർ നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഈ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ എന്ത് പറയും? സൊസൈറ്റി ഓഫ് കൊഹീഷൻ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്ന് പറയും. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡാണ്. നല്ല കെട്ടുറപ്പുള്ള കുട്ടികളായിരിക്കും, നല്ല കെട്ടുറപ്പുള്ള കുട്ടികളായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോ ആദ്യം നമ്മള് മോണ്ടിസോറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആര് സൈൻ ഇൻ ചെയ്യും, ആര് സൈൻ ഔട്ട് ചെയ്യും എന്നൊക്കെ ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ആദ്യം പരസ്പരം ഒരു എന്തുണ്ടായിരുന്നില്ല,
ബോണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ലാലോ. പക്ഷെ അത് പതിയെ പതിയെ മാറിയല്ലേ. ഒരു 1 month 2 month ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ പല സ്ഥലത്തുള്ളവരാണ്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളായിട്ട് തന്നെ ഒരു നല്ല ബോണ്ട് ഇല്ലേ? ആ ഒരു ഫീൽ തോന്നുന്നില്ലേ നമുക്ക്? Yes, ma'am. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഞാൻ മാത്രം ചെയ്താൽ മതി അങ്ങനെ ഒരു ചിന്ത അല്ലല്ലോ. ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്റെ ഫ്രണ്ടിനും കൂടെ അത് പറഞ്ഞു കൊടുക്കുക, ഞാൻ എങ്ങനെയാ ചെയ്തേന്നുള്ളത് അവനോടും കൂടി പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരു മൈൻഡ് അല്ലേ നമുക്ക്. ഇതാണ് നോർമലൈസേഷന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വയം വർക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മളുടെ ഫ്രണ്ട്സ് അവർ വർക്ക് ചെയ്യണം, അവരുടെ വർക്കും കൂടി നമ്മളുടേതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ് ആ ഒരു നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആണ്. അപ്പൊ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു എന്ത് പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ ഒരു നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. മെറ്റീരിയൽസും കാര്യങ്ങളും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ മെന്റൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കണം. ആ ക്ലാസ്സിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് എൻറ്റയർ ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം കൊടുക്കുമ്പോഴാണ് അവരുടെ മെന്റൽ എനർജി ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മനസ്സും ശരീരവും ഒരു സ്ഥലത്താണെങ്കിൽ മാത്രമേ നമുക്ക് എന്തായി മാറാൻ പറ്റുള്ളൂ, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എന്ത് ചെയ്യാൻ മെയ്ഡ് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പെർഫെക്റ്റ് ഫ്രീഡം ആണ്. നമ്മുടെ ക്ലാസ്സിൽ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കണം. നിങ്ങൾക്കില്ലേ പെർഫെക്റ്റ് ഫ്രീഡം? നമ്മുടെ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണില്ല, നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ഫ്രീഡം. നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും തുറന്ന് സംസാരിക്കാം. അതേപോലെ സൈനിന്റെ തോട്ട് ഓഫ് ദ ഡേയോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഫ്രീഡം ഞങ്ങൾ തരുന്നത് കൊണ്ട് നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ലാണ്ട് മാറുന്നില്ല, ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ്. കാരണം ഇപ്പോ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആ സ്പേസ് തരുന്നുണ്ട്, ആ ടൈം തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം മാത്രമേ ചോദിക്കുള്ളായിരുന്നു. ആദ്യം പക്ഷെ നമ്മൾ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് സംസാരിക്കുമായിരുന്നു. പിന്നീട് നമുക്കത് മനസ്സിലായി, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും ക്ലിയർ ആവില്ല. അപ്പൊ ആള് സംസാരിച്ചതിന് ശേഷം ആണ് എന്റെ ടേൺ വരുമ്പോ, അല്ലെങ്കിൽ ആള് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആ ഫ്രീഡം ഞങ്ങൾ ഇവിടെ തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ചിൽഡ്രൻസ് ആയിട്ട് മാറുന്നു. ഇത് തന്നെയാണ് നോർമലൈസേഷനിൽ സംഭവിക്കുന്നത്. നോർമലൈസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത് തന്നെയാണ്. കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് അത് എന്താ പറയാ, ആ ഒരു ഫ്രീഡം അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, യൂട്ടിലൈസ് ചെയ്യാണ്, അവർ വർക്ക് ചെയ്യാണ്. അതിലൂടെ അവർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറാണ്. ഇങ്ങനെ മാറുന്ന കുട്ടികളെ മോണ്ടിസോറി പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയും. ഈ കുട്ടികളില് അവര് നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ തന്നെ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് യൂണിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ, നല്ല ഐക്യം ഉണ്ടാവും തമ്മിൽ, നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബോണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഐക്യവും കാര്യങ്ങളും അല്ലെങ്കിൽ കെട്ടുറപ്പ് വരുന്നത് നാച്ചുറലി ഫുൾ ഓഫ് ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സിന്റെ ബേസിലാണെന്ന് വെച്ചാൽ പരസ്പരമുള്ള സ്നേഹം, സിമ്പതി, എംപതി എന്ന് പറയാം. നമുക്ക് സിമ്പതിനെ നമുക്ക് എംപതി എന്ന് പറയാം. എംപത്തറ്റിക് മൈൻഡ്, ഫീലിംഗ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ അതിനോടുള്ള, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് കംപ്ലീറ്റ് ആക്കണം, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമുക്ക്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഏത് എൻവയോൺമെന്റിൽ നിന്നാണ്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്നാണ്. അപ്പൊ ഈ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ അക്യൂർ ചെയ്യുന്നതാണ്. ഓക്കെ, ആരാണ് പാരഗ്രാഫ് വായിക്കുന്നത്? ആരുമില്ല? ഓക്കെ, സഞ്ജന. സൊസൈറ്റി ഓഫ് കൊഹിഷൻ, ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ മാം? ആടാ. Society of cohesion. In a Montessori classroom, children are provided with an environment capable of being nourished. Teacher is careful about the various stages of development of the child and develop him with his internal needs. Thus, the children is able to work as per his will. So his mental and physical energy work in unison and the child becomes normalized. Thus, a Montessori classroom becomes a gathering of normalized children. When children are normalized, it is possible to give them the perfect freedom in a class and yet have perfect discipline from them.
This is the Society of New Children or Society by Cohesion, referred to by Montessori. This is something formed by an attraction between or among children. It is a natural and spontaneous unification of cohesion. Children are able to attain such cohesion because they are naturally full of love, sympathy, and feel for others. Therefore, we should help them foster these qualities by giving them the right environment and conditions. സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ മറ്റൊരു പേരാണ് ദ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ. ഇനി കൊഹീഷന്റെ മെയിൻ ആയിട്ട് നല്ല കെട്ടുറപ്പുള്ള കുട്ടികളിൽ മെയിൻ ആയിട്ട് കാണുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയാണ് നമ്മളിവിടെ യൂണിറ്റ് 2 യൂണിറ്റ് 2 വന്നിട്ടില്ല. യൂണിറ്റ് 2 ഞാൻ എടുത്തോ അതിനെ? എടുത്തിനി. കമ്പാരിസൺ എടുത്തോ? അല്ല, ഇത് ദ മോണ്ടിസേറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. അങ്ങനെ എടുത്തോ? ചാപ്റ്റർ 2. അതെടുക്കാന്നാണോ ഞാൻ പറഞ്ഞത്? കാരണം ഞാൻ അതെടുക്കാനുള്ള ചാൻസ് ചാപ്റ്റർ 2 എടുത്തിനല്ലേ? ഇല്ല, എടുത്തിട്ടില്ല. അതെടുക്കാനുള്ള ചാൻസ് കുറവാടാ. കാരണം ചാപ്റ്റർ എടുത്തിട്ടില്ല. നോർമലൈസേഷനും ഡീവിയേഷനും സൊസൈറ്റി ഓഫ് കൊഹീഷനും കഴിഞ്ഞിട്ടേ ഞാൻ യൂണിറ്റ് 2 എടുക്കാറുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം, ഇത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അതെയോ? സോറി. ഓക്കേടാ, അത് എടുത്തിട്ടുണ്ടാവില്ല. കാരണം ജസ്റ്റ് കമ്പാരിസൺ ആണ്. പക്ഷെ നമ്മള് സൊസൈറ്റി ഓഫ് കൊഹീഷനോട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത് മനസ്സിലാവും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട്. അതുകൊണ്ടാണ്. ഇനി കൊഹീഷൻ കുറച്ച് കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ കൊഹീഷന് കെട്ടുറപ്പ് വരുന്നത്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതർ ചിൽഡ്രൻസ്. മറ്റു കുട്ടികളുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ആദ്യം ചിലപ്പോൾ വരുമ്പോൾ നമ്മൾ കുട്ടികൾ കുറച്ച് പിടിവാശിയൊക്കെ കാണിക്കും. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വേറെ ആർക്കും കൊടുക്കുക, എനിക്ക് തന്നെ വേണം എന്നൊക്കെയുള്ള ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷെ പിന്നീട് അവര് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നു, അവര് കുട്ടികൾ വർക്ക് ചെയ്യുന്ന കാണുന്നു, അവര് മനസ്സിലാക്കും ഈ മെറ്റീരിയൽസ് എന്താണ് ഇവിടെ വരുമ്പോ എന്നെ പോലെ തന്നെ മറ്റു കുട്ടികൾക്കും യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ വർക്കിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നു, അവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ മെറ്റീരിയൽസിനെ ചൊല്ലി. എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവും. അത് അവർ തന്നെ സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം നീ മെറ്റീരിയൽ യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എനിക്ക് പാസ് ചെയ്യണം. അവർ തമ്മിൽ തന്നെ ഒരു കൺസെന്റും ഒരു എഗ്രിമെന്റ് ബേസിൽ അവർ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് കുട്ടികൾ തന്നെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നിട്ട് ആ ചെറിയ ചെറിയ ക്ലാഷും കാര്യങ്ങളും അവർ പരസ്പരം സോൾവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി റെസിപ്രോക്കൽ ഹെൽപ്പ് ആണ്, പരസ്പരമുള്ള സഹായം. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏജിലെ കുട്ടികളാണ്. 3 to 6 years ആണ് നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ അല്ലെങ്കിൽ മോണ്ടിസോറി കുട്ടികളുടെ ഏജ് എങ്കിൽ മിക്കവിടത്തും ഈ ഒരുമിച്ചായിരിക്കും ഈ ഒരു കുട്ടികളെ ഗ്രേഡ് ചെയ്യുന്നില്ല. പക്ഷെ ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ pre-KG, LKG, UKG അങ്ങനെ ഗ്രേഡ് ചെയ്യില്ലേ? പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അങ്ങനെ ഇല്ല. ചിലയിടത്ത് ഉണ്ട് കേട്ടോ, ചില സ്ഥലത്ത് ഉണ്ട്. കുറച്ച് വ്യത്യസ്തമായിട്ട് അതിങ്ങനെ LKG ഇല്ല, pre-KG LKG ഇല്ല. പക്ഷെ UKG എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന കുട്ടികളെ അവർ മാറ്റി കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അത് വേറെ. ഗ്രേഡിങ് നമ്മളുടെ ഇവിടെ ഇല്ല, മോണ്ടിസോറിയിൽ ഇല്ല. അപ്പൊ ഡിഫറെന്റ് ഏജിലെ കുട്ടികളാണ് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്നത്. അപ്പൊ ഓൾഡർ വൺസ് ഉണ്ടല്ലോ, മുതിർന്ന കുട്ടികൾ അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മുതിർന്ന കുട്ടികൾ വെച്ചാൽ നേരത്തെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നാച്ചുറലി നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കേണ്ട, പരസ്പരം ആ ഒരു ഹെൽപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇനി മോറൽ ഹെൽപ്പാണ്. മോറൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഓൾഡർ വൺസ് ആയിരിക്കും അവരുടെ യങ്ങർ വൺസിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. മുതിർന്ന കുട്ടികളായിരിക്കും അവരുടെ യങ്ങർ വൺസിന്റെ റോൾ മോഡൽ. സോ അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ ആരായിരിക്കും, ഓൾഡർ വൺസ് ആയിരിക്കും. പിന്നെ ഹാർമണി, കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം നമുക്ക് ഫീൽ ചെയ്യും.
മ്യൂച്വൽ എന്താ പറയുക ബോണ്ട്, മ്യൂച്വൽ ഹെൽപ്പ്, ഷെയറിംഗ് ഹാബിറ്റ്, ഇതെല്ലാം നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാനായിട്ട് പറ്റുന്ന ഫീച്ചേഴ്സ് ആണ്. നോർമലൈസ്ഡ് ആയതിനു ശേഷം കുട്ടികൾ കാണുന്ന ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ കൊഹീഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്. ഫസ്റ്റ് പറയുന്നത് റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ റൈറ്റ്സ് അവർ റെസ്പെക്ട് ചെയ്യും. ചിലപ്പോ ആദ്യം ഡിവിയേറ്റഡ് ചൈൽഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് വാശിയൊക്കെ പിടിക്കും. ഇതെന്റെ മെറ്റീരിയലാണ്, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ വാശി പിടിക്കും. അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് അവർ കയ്യിൽ സൂക്ഷിക്കും, അവർ കൊടുക്കാതിരിക്കാനൊക്കെ നോക്കും. പക്ഷെ അവർ നോർമലൈസ്ഡ് ചൈൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ മെറ്റീരിയൽസ് എനിക്ക് മാത്രം യൂസ് ചെയ്താൽ പോരാ, എന്നെ പോലെ തന്നെ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതിൽ അവകാശമുണ്ട് എന്നവർ മനസ്സിലാക്കും. അതേപോലെ മെറ്റീരിയൽസിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം അവർ സോൾവ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ദർ ആർ നാച്ചുറലി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ചിൽഡ്രൻസ് ഓവർ ദ മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനെ ചൊല്ലി ഡിസ്പ്യൂട്ടുകൾ നോർമലി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ചിൽഡ്രൻസ് ഓവർ ദ മെറ്റീരിയൽ ആൻഡ് മെനി അതർ മറ്റു സിറ്റുവേഷൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. ഹവർ children in Montessori school are capable of solving problems. എങ്ങനെയാണ് മോണ്ടിസോറി സ്കൂളിൽ കുട്ടികൾ ഈ പ്രശ്നങ്ങൾ സ്വയമേയാണ് പരിഹരിക്കുന്നത്. themselves through reciprocal consent and agreement. പരസ്പരമുള്ള ഒരു കൺസെന്റിന്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ബേസിലാണ് അവര് എന്ത് ചെയ്യുന്നത്, ഈ മെറ്റീരിയൽസിനെ ചൊല്ലി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആദ്യം നീ യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ഒരു എഗ്രിമെന്റ് കാര്യങ്ങളിൽ വരും. അവര് പരസ്പരം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ റോളൊന്നുമില്ല. നമ്മുടെ ഫെസിലിറ്റേഴ്സിന് വേറെ റോളില്ല, അവർ ഒന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതി. ഡിസ്പ്യൂട്ടും കാര്യങ്ങളും ഒത്തിരി ഓവർ ആവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടപെട്ടാൽ മതി. അവർ പരസ്പരം സോൾവ് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. അവർ ഡിസിഷൻസ് എടുക്കാനായിട്ട് അവര് എന്താണ് ഒരു എഗ്രിമെന്റിലേക്ക് വരാനൊക്കെ ഇത് അവരെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് റെസിപ്രോക്കൽ ഹെൽപ്പ് അല്ലെ. നമ്മളിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ വഴി നമുക്ക് ആ ഒരു ഹെൽപ്പ് എപ്പോഴെങ്കിലും കിട്ടും. നമ്മൾ ഹെൽപ്പ് ചെയ്ത ആള് തന്നെ ആവണമെന്നില്ല നമ്മളുടെ ഡിഫിക്കൽട്ടി സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നുവെച്ചാല് നമ്മൾ ഹെൽപ്പ് ചെയ്ത ആള് ചിലപ്പോൾ നമ്മളെ ഡിഫിക്കൽട്ടി സിറ്റുവേഷനിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്നേ ഇല്ല. പക്ഷെ നമ്മളെ മറ്റൊരു വഴി നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ആ ഒരു സഹായം ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഇതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, there would be such care between the children where the older ones will help the younger ones. ഈ ഒരു കെയറും കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളാണ് ഒരുമിച്ച് വരുന്നത്. അതിൽ ഏർലി നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, അങ്ങനെ തുടങ്ങുന്ന അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള യങ്ങർ വൺസ് ഉണ്ടാവും. അപ്പൊ യങ്ങർ വൺസിന് കൂടുതലും ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഓൾഡർ വൺസ് ആണ്. ഈ ഓൾഡർ വൺസ് ആരെ ഹെൽപ്പ് ചെയ്യും? യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. യങ്ങർ വൺസ് അവരെ തന്നെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവരെ കറക്റ്റ് ചെയ്യും. നമ്മൾ ടീച്ചർ എന്ന് വെച്ചാൽ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേഴ്സ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാം. അവർ കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവർ സ്വയമേ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ എപ്പോഴും ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളുടെ വർക്കിൽ ഇന്റർഫിയർ ചെയ്യണ്ട. they would show respect and interest in each other. മറ്റുള്ളവരുടെ വർക്കിലാവട്ടെ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരിലെ ഇൻട്രസ്റ്റും ഈ കുട്ടികൾ കാണിക്കുന്നുണ്ട്. there would be admiration of each other's work and all these came spontaneously and naturally from the children. ഈ കുട്ടികളിൽ നമ്മൾ നാച്ചുറലി കാണുന്നതാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വർക്ക് ശ്രദ്ധിക്കണം എന്നൊന്നും ടീച്ചേഴ്സ് ആരും പറയുന്നില്ല. പക്ഷെ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടും കൂടി അത് ചെയ്തോട്ടെ എന്നുള്ളൊരു നാച്ചുറൽ ലെവലിൽ ഫോം ചെയ്തൊരു ക്യാരക്ടറാണ്. That is usually because in a Montessori environment, children give the freedom. ഇത് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ തമ്മിലൂടെ കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. ചിൽഡ്രൻസ് നീഡ് ടു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. കുട്ടികൾ തമ്മിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നോ കോമ്പറ്റീഷൻ ഈസ് പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കോമ്പറ്റീഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പരസ്പരം മ്യൂച്വൽ ഹെൽപ്പാണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. നോർമലി ദിസ് പ്രിപ്പയർ, അത് എടുത്ത് ചെയ്തോട്ടെ, പ്രിപ്പയർ എന്നാണ്. ചിൽഡ്രൻസ് ടു വാണ്ട് ടു ഷെയർ ആൻഡ് ഹെൽപ്പ് വൺ അനദർ. ഇത് അവർ നോർമലി എന്തിനു ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സഹായമാണ്. ഓൾഡർ വൺസ് അവരെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു, യങ്ങർ വൺസ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു.
പിന്നെ കുട്ടികൾ മറ്റുള്ളവരുടെ വർക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അത് നാച്ചുറലി അവർ ഫോം ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം അതിലൂടെയാണ് അവർക്ക് ഈ ക്വാളിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. മോണ്ടിസോറിൽ എൻവയോൺമെന്റിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് എന്ത്, കോമ്പറ്റീഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന. ഓക്കെ, കോമ്പറ്റീഷൻ ആ നോട്ട് ചെയ്യാട്ടോ എല്ലാവരും. കറക്റ്റ് ആണ് സഞ്ജന, കോമ്പറ്റീഷൻ കേട്ടാ. നമ്മള് ലാസ്റ്റ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പറഞ്ഞ സമയത്ത് വേറെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പെർമിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഏതാണ്? റിവാർഡ്സ്. റിവാർഡ്സ്, പണിഷ്മെന്റ്, കോമ്പറ്റീഷൻ, ഈ മൂന്ന് കാര്യങ്ങളും മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല, കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോ ഇൻഡിവിജ്വലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അവര് ഒരിക്കലും നമ്മൾ കമ്പാരിസണോ കോമ്പറ്റീഷനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊമോട്ട് ചെയ്യണ്ട. നോ കോമ്പറ്റീഷൻ ഇസ് പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ് നോർമലി. prepare അത് എഡിറ്റ് ചെയ്യാട്ടോ. prepare the children to wants to share and help one another. അപ്പൊ ഇങ്ങനെ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോ കുട്ടികൾ അവർ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റ് ഒക്കെ സ്വയമേ അവർ പഠിക്കും. ഓക്കെ, അത് വായിച്ചൊന്ന് നോക്കൂ. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ് ആൻഡ് റെസിപ്രോക്കൽ ഹെൽപ്പ്. മനസ്സിലൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഫസ്റ്റ് പറയുന്നത് റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വർക്കും കാര്യങ്ങളും നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു കുട്ടി വർക്ക് ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആളെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ലേ ആ വർക്കും കാര്യങ്ങളും? അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ കോമ്പറ്റീഷൻ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളിപ്പോ പഠിക്കുന്ന സമയത്തായാലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ക്ലിയർ ചെയ്യാറില്ലേ? അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ആണ് മോറൽ ഹെൽപ്പ് കേട്ടാ. മോറൽ ഹെൽപ്പ്. എ ചൈൽഡ് പ്രൊവൈഡ്സ് മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻസ്. മറ്റു കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു? മോറൽ ഹെൽപ്പ് കൊടുക്കുന്നു. ബൈ കംഫർട്ടിങ് ദം ഫോർ ബീങ് റോങ്, ഫോർ ബീങ് ബാഡ്. തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് കുട്ടികൾ തന്നെയാണ് ഈ മോറൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫറെന്റ് ഫ്രം ദ ചിൽഡ്രൻസ് റിഗാർഡ് ദ റോങ് ഡൺ ആസ് സംതിങ് ബാഡ് ഓർ mischief, but rather regarded it as a misfortune, and the one who had done it is an unfortunate one who should be comforted and helped. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികളുടെ ബാഡ് ബിഹേവിയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൾഡർ വൺസ് അവരുടെ യങ്ങർ വൺസിനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അത് റോങ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കാനും ആരുണ്ടാവും അവിടെ? ഓൾഡർ വൺസ് ഉണ്ടാവും. യങ്ങർ വൺസിന് വരുന്ന മിസ്റ്റേക്കും കാര്യങ്ങളും ഇങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവും കേട്ടാ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ ഓൾഡർ വൺസ് ഉണ്ടാവും. ചിൽഡ്രൻസ് വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. എന്നുവെച്ചാൽ മറ്റുള്ളവർ ഗുഡ് ആവണം എന്ന ആഗ്രഹത്തോടു കൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കും ചിൽഡ്രൻസ്. നമുക്കറിയാം മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആണ്. ഇനി മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ്
ഓൾഡർ ചിൽഡ്രൻസ് പ്രൊവൈഡ് ദ റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. ഓൾഡർ വൺസ് ആണ് ക്ലാസ്സിൽ റോൾ മോഡൽ എന്ന് പറയുന്നത്. മുതിർന്ന കുട്ടികളായിരിക്കും യങ്ങർ വൺസിന്റെ റോൾ മോഡൽ. ഇൻ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്, നമ്മൾ പ്രാക്ടിക്കൽ ലൈഫും കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ വിച്ച് ഇൻസ്പയർ സോഷ്യൽ ഗ്രേസ്, നമ്മളിവിടെ സോഷ്യൽ ഗ്രേസും കാര്യങ്ങളും ഇൻസ്പയർ ചെയ്യും. courtesy helps get the children into a cohesive group. നല്ല കെട്ടുറപ്പുള്ള ഒരു ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവരെ കുറച്ചും കൂടി നല്ലൊരു കെട്ടുറപ്പുള്ള നല്ല സോഷ്യൽ ഗ്രേസ് ഉള്ള കുട്ടികളാക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്. ഒത്തൊരുമയുള്ള കുട്ടികളായിട്ട് ആവാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ബാഡ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോവാതിരിക്കാൻ ഇവിടെ നമ്മൾ കുട്ടികൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓൾഡർ വൺസ്, യങ്ങർ വൺസ് എന്നത് എന്താണ്, ഓൾഡർ വൺസ് എന്ന് പറഞ്ഞാല് റോൾ മോഡൽ ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഹാർമണി, ഐക്യം അല്ലെ. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് പരസ്പരം നല്ല ഐക്യം ഉണ്ടാവും, നല്ലൊരു ബോണ്ടും കാര്യങ്ങളും ഉണ്ടാവും, നല്ലൊരു പരസ്പരം നല്ല ഐക്യം ഉണ്ടാവും. അവർ പരസ്പരം നല്ല ഹാപ്പി ആയിരിക്കും, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ആൻഡ് ഹാൻഡ്ലിങ് മോണ്ടിസോറി മെറ്റീരിയൽസ്. അവർക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇനിയിപ്പോ വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ളെങ്കിൽ ദേ വെയിറ്റ് ഫോർ ദ ടേൺ, അവരുടെ ടേൺ വരെ അവർ വെയിറ്റ് ചെയ്യും. ദേ വിൽ നോട്ട് കോമ്പീറ്റ് വൺ അനദർ. നമ്മൾ ഒരിക്കലും കുട്ടികൾ തമ്മിൽ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന് പകരം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ആണ്. നമ്മൾ പേഷ്യൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ പേഷ്യൻസ് അവിടെ ട്രെയിൻ ചെയ്യാണ്. അതേപോലെ തന്നെ റെസ്പെക്ട്, മറ്റുള്ളവരുടെ വർക്കും നമ്മളിവിടെ റെസ്പെക്ട് ചെയ്യാണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ നമ്മൾ ട്രാഫിക് സിഗ്നലിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും ആർക്കൊക്കെയാണ് പേഷ്യൻസ് കൂടുതൽ എന്നുള്ളത്. കാരണം ഒട്ടും പേഷ്യൻസ് ഇല്ലാത്ത ആളായിരിക്കും ചിലപ്പോ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ യങ്ങർ വൺസിൽ കാണാത്തൊരു ക്വാളിറ്റിയാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളാകുമ്പോൾ മുതൽ ഈ പേഷ്യൻസ് നമ്മൾ അവരിൽ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അവർ മുതിർന്നു കഴിഞ്ഞാലും നല്ല പേഷ്യൻസ് ഉള്ള, നല്ല സമാധാനമുള്ള, നല്ല എന്താ പറയുക, നല്ല ക്ഷമയുള്ള വ്യക്തിത്വമായിട്ട് അവർ മാറും. ഹാർമണി കേട്ടോ. ഹാർമണി ഈസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് ത്രൂ വർക്കിംഗ് ടുഗദർ. എങ്ങനെയാണ് നമുക്ക് ഹാർമണി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് ഹാർമണി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം ഒരു എന്തുണ്ടായിരുന്നില്ല, ഹാർമണി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു 1 മന്ത് കഴിഞ്ഞപ്പോ മുതൽ നിങ്ങൾ തമ്മിലൊരു ബോണ്ടും നല്ലൊരു ഹാർമണിയും ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് തമ്മിൽ എല്ലാവരും തമ്മിൽ നല്ലൊരു ഐക്യവും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഏത് ക്ലാസ്സിലാണ് ആ ഒരു ഐക്യവും കാര്യങ്ങളും ക്വാളിറ്റിയും അക്യൂർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. ആസ് ദർ ഇസ് ഓൺലി, നമ്മുടെ ക്ലാസ്സിലെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്നത് വരെ ആര് വെയിറ്റ് ചെയ്യും? ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടി വെയിറ്റ് ചെയ്യും. അവനത് വർക്ക് ചെയ്ത് ഫിനിഷ് ആയി അതിന്റെ പ്ലേസിൽ അതിന്റെ എവിടെയാണോ അതിന്റെ വർക്ക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ അവൻ നല്ല പേഷ്യൻസോട് കൂടി അവൻ വെയിറ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും അവൻ അവന്റെ ആ ഒരു മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ നല്ലൊരു പരസ്പരം മ്യൂച്വൽ എന്താ പറയുക ഹെൽപ്പും ഹാർമണിയും പേഷ്യൻസും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ തന്നെ അവർ അക്യൂർ ചെയ്യാണ്. As there is only one set of material in a class, a child who wants to use them will have to wait till the child who is using it has finished and put it back in the place. അവനെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് വരെയും അത് ആ മെറ്റീരിയൽ തിരിച്ച് ആ ഒരു പ്ലേസ് കൊണ്ടുവന്ന് വെക്കുന്നവരെ നമ്മുടെ കുട്ടി എന്ത് ചെയ്യും? നല്ല ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യും. ത്രൂ ദിസ് the children learn to exercise patience and respect. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ തമ്മിൽ പേഷ്യൻസും റെസ്പെക്ട് ഫോർ അതേഴ്സ് വർക്ക്, മറ്റുള്ളവരുടെ വർക്കിന് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. വിച്ച് ഗ്രാജുവലി ബ്രിങ് അബൌട്ട് ഹാർമണി ഇൻ ദ ക്ലാസ്. ഇത് ഹാർമണി നല്ല ഐക്യം കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോ നമ്മൾ പറഞ്ഞത് മോറൽ ഹെൽപ്പാണ്. മോറൽ ഹെൽപ്പിൽ പറഞ്ഞത് ഓൾഡർ വൺസ് ആണ് യങ്ങർ വൺസിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അവര് നല്ലൊരു സോഷ്യൽ ഗ്രേസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഹാർമണി ആണ്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ
ഈവൻ 1 സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പേഷ്യൻസോട് കൂടിയും മറ്റു കുട്ടികൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവനത് വേണമെന്നുണ്ട്, അവൻ ആഗ്രഹം ഉണ്ട് ആ വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അവൻ നല്ല പേഷ്യൻസോട് കൂടി നല്ല എന്താ കാമായിട്ടും അവൻ വെയിറ്റ് ചെയ്യും. ആ മെറ്റീരിയൽ റീപ്ലേസ് ആയതിനു ശേഷം മാത്രമായിരിക്കും അവൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. റീഡ് ചെയ്ത് നോക്കിയോ എല്ലാവരും? ഇനി നമ്മൾ ഈ കുട്ടികളിൽ കാണുന്ന മറ്റു കുറച്ച് ക്വാളിറ്റീസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കോപ്പറേഷൻ ഉണ്ടാവും, അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, വോളണ്ടറി ആയിട്ട് ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് നല്ല പരസ്പരം നല്ല ഐക്യവും കാര്യങ്ങളും, നല്ല കോപ്പറേറ്റീവ് ആയിരിക്കും ഈ കുട്ടികൾ. ദെൻ ഡിസിപ്ലിൻഡ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവർ ഈ ഒരു ഫ്രീഡം കിട്ടുന്നതുകൊണ്ട് തന്നെ, നമ്മൾ ഈ ഫുൾ ഫ്രീഡം അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടായിരിക്കും വളരുന്നത്. സോഷ്യൽ സെന്റിമെന്റ്സ്, നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പോ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോ നമുക്കൊരു സ്പെഷ്യൽ ഒരു യൂണിറ്റി നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ലൈക്ക് ടു യൂണിറ്റി എന്ന് വെച്ചാല് നമ്മൾ ഗ്രൂപ്പായിട്ടൊരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ പരസ്പരം നല്ലൊരു ഐക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഒബീഡിയൻസ് എന്ന് വെച്ചാല് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് പറഞ്ഞു. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളിൽ കാണുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ ക്വാളിറ്റി ആണ് ഒബീഡിയൻസ്. ഇവര് നല്ലൊരു അനുസരണവും അതേപോലെ തന്നെ ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പിന്നെ കുട്ടികൾ കാണുന്ന നല്ലൊരു ഡെവലപ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ കുട്ടികളിൽ നല്ല ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഫീൽ ചെയ്യും, നല്ല ഗുഡ് പേഴ്സണാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നല്ല രീതിയിൽ നല്ലൊരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികൾക്ക് നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാമാണെന്ന്. കോപ്പറേഷൻ പറയാൻ കാരണം ഇവര് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ചിൽഡ്രൻസ് വോളണ്ടറി ഫോം എ ഗ്രൂപ്പ്, വർക്ക് ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യും, അവർക്ക് അക്വയർ ചെയ്യും. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായങ്ങള്, അവർക്ക് പറയാനുള്ള റൈറ്റ്സും കാര്യങ്ങളും ഇവര് മനസ്സിലാക്കുന്നു. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോപ്പറേഷൻ. When the activity necessitates it, the children voluntarily work in a groups. കുട്ടികൾ ഒരു ഗ്രൂപ്പ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റ് വിത്ത് they need to. അവർ തമ്മിൽ നല്ല കോപ്പറേഷൻ വേണം, നല്ല ഐക്യോ കാര്യങ്ങൾ വേണം. This is the outcome of free life with a free activity. ഇത് എന്തിന്റെ ഒരു റിസൾട്ട് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്? അവർക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിന്റെയും ഫ്രീ ആക്ടിവിറ്റി, ഏത് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫ്രീഡത്തിന്റെ റിസൾട്ട് ആണ് എന്ത് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാവും കുട്ടികൾ തമ്മിൽ. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
ഒരിക്കലും നമ്മളിവിടെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മള് അവരിൽ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് അവർക്ക് ഫോം ചെയ്യുന്നുണ്ട് ഇതിലൂടെ. പേഷ്യൻസ്, റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് അതേഴ്സ്, ലവേഴ്സ് ഓഫ് സൈലൻസ്. അപ്പൊ ഇതിലൂടെയൊക്കെ തന്നെ കുട്ടികൾ ഡിസിപ്ലിൻഡ് ചൈൽഡ് ആയിട്ട് മാറാണ്. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഡ് ഒബീഡിയൻസോ അല്ല ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ബട്ട് എ സോഷ്യൽ ഡിസിപ്ലിൻ വെയർ ബൈ എവറി വൺ സെൽഫ് ഇസ് വർക്ക്. അപ്പൊ ഇതൊരു സോഷ്യൽ ഡിസിപ്ലിൻ ആണ്. ഓരോ കുട്ടികളും അവരുടെ വർക്കും കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നു. ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ബട്ട് ഓൾ വർക്കിംഗ് യൂണിസൺ. പല കുട്ടികളും പല വർക്കായിരിക്കും ചെയ്യുന്നത്. ഒരാൾ പിങ്ക് ടവർ ആണെങ്കിൽ ഒരാൾ ബ്രൗൺ സ്റ്റെയർ ആയിരിക്കും, മറ്റൊരാൾ നോബിൾ സിലിണ്ടേഴ്സ്, വേറൊരു കുട്ടി നോബിൾ സിലിണ്ടേഴ്സ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ആയിരിക്കും കുട്ടികൾ ചെയ്യുന്നെങ്കിൽ, പക്ഷെ അവരെല്ലാവരും വർക്ക് ചെയ്യാണെന്നുള്ള ഒത്തൊരുമയോട് കൂടി അവർ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഇപ്പൊ ഒരു കുട്ടി പിങ്ക് ടവർ ചെയ്യാണ്, പക്ഷെ മറ്റൊരു കുട്ടിക്ക് ആ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ എന്ത് ചെയ്യും, അവൻ നല്ല ക്ഷമയോട് കൂടി അവിടെ വെയിറ്റ് ചെയ്യും. ആ കുട്ടി വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് പിങ്ക് ടവറിന്റെ പ്ലേസിൽ വെക്കുന്നത് വരെയും അവൻ എന്ത് ചെയ്യും, അവൻ നല്ല ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യും. അത് അതിന്റെ പ്ലേസിലാവുമ്പോഴായിരിക്കും ഈ കുട്ടി പോയി അത് സെലക്ട് ചെയ്യുന്നതും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും. The children learn to work in an orderly manner. കുട്ടികള് ഒരു ഓർഡർലി മാനറിൽ വർക്ക് ചെയ്യാനായിട്ട് ലേൺ ചെയ്യും. പീസ്ഫുള്ളി ടുഗദർ, നല്ല സമാധാനത്തോടു കൂടി ഒരുമിച്ച് നല്ല ഹാർമോണിയസ് ആയിട്ട് നല്ല ഐക്യത്തോടു കൂടി നല്ല ഡിസിപ്ലിൻഡ് കുട്ടികളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് സോഷ്യൽ സെന്റിമെന്റ്സ്. നമ്മൾ ഈ കുട്ടികളിൽ നല്ലൊരു സോഷ്യൽ സെന്റിമെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യും. ആരെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഗ്രൂപ്പ് സോങ്ങോ റിലേയോ കബഡി അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരാം. എന്റെ ഓർമ്മയിൽ വരുന്നത് കബഡിയാണ്. കാരണം ഞങ്ങളുടെ സ്കൂളില് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളുടെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചില സ്പോർട്സിന് ടീച്ചർ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഗെയിം ആയിരുന്നു കബഡി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾ വരുമ്പോൾ ടീം ആക്കും ഞങ്ങളെ. ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ചിലപ്പോൾ ഓപ്പോസിറ്റ് ടീമിൽ പോകും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ടീം അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് വന്നിട്ടാണ് നമ്മൾ ഈ കബഡി സെലക്ട് ചെയ്യുന്നു, ടീം ആവുന്നു. ടീമായി കഴിയുമ്പോൾ ഒരുമിച്ച് ആ ടീമിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ക്ലാസ്സിൽ നിന്നുള്ള നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എല്ലാവരും ഒരുമിച്ചുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? ഈ ഒരു മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് ആ ഒരു എന്താ പറയാ ടീം തമ്മിൽ നമുക്ക് നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗെയിം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ, വിജയിക്കാനായിട്ട് പറ്റുള്ളൂ, ഫസ്റ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ബോണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, ബിൽഡ് ചെയ്യും. പിന്നെ ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് വർക്ക് ചെയ്യും. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യും. നിങ്ങൾ റിലേ കണ്ടിട്ടുണ്ടോ? റിലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പേരായിരിക്കും റിലേയിൽ വരുന്നത്. 4 പേരും ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യും. അപ്പൊ അതിലൊരാൾക്ക് ചെറിയൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ആളത് കോമ്പൻസേറ്റ് ചെയ്ത് ഓടിയാൽ മാത്രമേ അവർക്ക് ഫസ്റ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു സോഷ്യൽ സെന്റിമെന്റ്സ് അത് നമുക്ക് എന്ത് വരും ഇതില് ഉണ്ടാവും. നമുക്ക് ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ, നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി, ഇപ്പോ സ്പോർട്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോ യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നമ്മളെന്താ പറയുമല്ലോ കലോത്സവങ്ങളാവട്ടെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വരുന്നേക്കാൾ നമുക്ക് സന്തോഷമാണ് നമ്മുടെ സ്കൂൾ ഫസ്റ്റ് വരുന്നത്. ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ വർക്കിനേക്കാൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും നമ്മളുടെ ഗ്രൂപ്പായിട്ട് നമ്മളത് നേടിയെടുക്കുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ വിജയത്തിന് നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും അല്ലെ? അത് ആ സോഷ്യൽ സെന്റിമെന്റ്സിന്റെ ഒരു ഫലമാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരും കൂടി നമുക്ക് ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് റണ്ണറപ്പ് ഒക്കെ ആവുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. സോഷ്യൽ സെന്റിമെന്റ്സ് ഹാവ് when the child is proud and happy to belongs to his group. ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നതിൽ അന്ന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ എന്താ പറയാ കലോത്സവം ഓർമ്മയിൽ 2010 അല്ല 2007-8 ഞങ്ങൾ സ്കൂളിൽ കലോത്സവം നടക്കുന്നത്. ആ സമയത്ത് ഉപജില്ലയിൽ ഞങ്ങളായിരുന്നു ഫസ്റ്റ് വന്നത്. സോ വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ അന്ന് ഫസ്റ്റ് ഡ്രാമയിലൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂള് ഫസ്റ്റ് വന്നേല. അപ്പം
ഭയങ്കര ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സന്തോഷം. അതേപോലെ സ്പോർട്സിൽ എപ്പോഴും ഞങ്ങൾ ഫസ്റ്റ് വരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഹാപ്പിനെസ് തന്നെയുണ്ട്. കാരണം സ്പോർട്സ് ആയാലും അന്ന് ഞങ്ങൾ സ്കൂൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിരുന്നു, സ്പോർട്സിലും കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു, ഫസ്റ്റ് ഒക്കെ വരുമായിരുന്നു. പക്ഷെ ആദ്യമായിട്ടായിരുന്നു കലോത്സവത്തിൽ ഫസ്റ്റ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും കിട്ടി. അപ്പൊ അതൊരു നമ്മൾ ഗ്രൂപ്പായിട്ടൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. അത് നമുക്ക് പറഞ്ഞിങ്ങനെ പറയാൻ പറ്റില്ല. ദർ ഇസ് എ സെൻസ് ഓഫ് യൂണിറ്റി. നമ്മൾ ഒത്തൊരുമ അല്ലെങ്കിൽ ആ ഒരു ഐക്യം നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എന്താ പറയാ, ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. അവിടെ മത്സരിക്കുന്നവരും അല്ലാത്തവരും ഒരുമിച്ചാവുന്നു. ദേ ലവ് ഈച്ച് അതർ. നമ്മൾ ടുഗദർനെസ്, യൂണിറ്റി, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ. നമ്മൾ ദർ ഇസ് എ സെൻസ് ഓഫ് യൂണിറ്റി ആസ് ദ ചിൽഡ്രൻസ് നോട്ട് ഓൺലി പ്രൗഡ് ഓഫ് ഹിസ് വർക്ക്. അവന്റെ പ്രൗഡ് അല്ല, അവന്റെ ആ ഒരു വർക്കിൽ മാത്രമായിരിക്കില്ല അവൻ പ്രൗഡ് എന്ന് പറയുന്നത്. അവന്റെ ഗ്രൂപ്പിന്റെയും കൂടി അച്ചീവ്മെന്റ്സിൽ അവന് സന്തോഷം ഉണ്ടാവും. എന്ന് വെച്ചാല് ആണോ? ഓക്കേടാ. ഞാൻ ഡ്രാമയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രാമയിൽ ഞങ്ങൾ ഉപജില്ലയിൽ ഫസ്റ്റും ജില്ലയില് എ ഗ്രേഡ് ആയിരുന്നു ഞാൻ യു.പിയിൽ പഠിക്കുമ്പോ. അപ്പൊ ഞങ്ങളുടെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ഗ്രൂപ്പിൽ ഇപ്പോ ജില്ലയിൽ പോയപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. പക്ഷെ എനിക്ക് അതിനേക്കാൾ വിഷമമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ള വളരെ വിഷമം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പായിട്ട് എല്ലാവരും ഒറ്റയ്ക്ക് നമുക്ക് കിട്ടുന്നതിന്, നമ്മുടെ വർക്കിനേക്കാൾ നമുക്ക് ആ ഒരു പ്രൗഡും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ഗ്രൂപ്പ് അച്ചീവ്മെന്റിലാണ് അല്ലെ. അത് നമുക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചൊക്കെയാണ്. ചെറുപ്പത്തിലല്ലേ, കുട്ടിയൊക്കെയല്ലേ, അപ്പൊ നമ്മൾ അതിന് പ്രതീക്ഷിച്ചു. പക്ഷെ ജില്ലയിൽ കിട്ടില്ല. ഉപജില്ലയിൽ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂള് ഫസ്റ്റ് റണ്ണറപ്പ് ആവുന്നത്. പിന്നീട് ഇതുവരെ ആയിട്ടുമില്ല കേട്ടോ. ഞങ്ങളുടെ ആ ഒരു ബാച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതുവരെയും ഫസ്റ്റ് വന്നിട്ടേ ഇല്ല ഞങ്ങളുടെ സ്കൂള്. അപ്പോ ആ ഒരു ഗ്രൂപ്പും സോഷ്യൽ സെന്റിമെന്റ്സും നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് ഒരു സ്പെഷ്യൽ വൺ ആണ്. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ വർക്കിനേക്കാൾ നമുക്ക് എന്താണ് പ്രൗഡ് ആയിരിക്കും ഗ്രൂപ്പ് അച്ചീവ്മെന്റ്സ്. ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ, നമ്മൾ അത് നേടിയെടുക്കുന്നേക്കാൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഒബീഡിയൻസ് ആണ്. നമ്മളിപ്പോ ഡിസിപ്ലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒബീഡിയൻസ് എന്ന് പറയുന്നതും നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഈ ഫ്രീഡം കൊടുക്കുന്നതിലൂടെ അവര് ഒബീഡിയന്റ് ആയിട്ട് മാറാണ്, നോർമലി ഒബീഡിയന്റ് ചിൽഡ്രൻസ് ആയിട്ട് മാറാണ്. ചിൽഡ്രൻസ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം ആർ ഹാപ്പി, ഹാർമണൈസ് ആൻഡ് പീസ്ഫുൾ വിത്ത് ദംസെൽഫ്. അവർ നല്ല സന്തോഷവാന്മാരായിരിക്കും, നല്ല ഐക്യമുള്ളവരായിരിക്കും, നല്ല സമാധാനശീലരായിരിക്കും. ദേ ആർ ഏബിൾ ടു ടേക്ക് ഇൻസ്ട്രക്ഷൻ ഫ്രം ദർ ടീച്ചർ. ടീച്ചർ ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ കുട്ടികൾ ചെയ്യാനായിട്ട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ഓർ ഒബീഡിയൻസ്. നമ്മളിവിടെ ഫോഴ്സ്ഡ് ഡിസിപ്ലിനോ ഒബീഡിയൻസോ ഫോളോ ചെയ്യുന്നില്ല. ബട്ട് മോർ than that inner discipline as the result of inner growth. ഇത് ഇന്നർ ഡിസിപ്ലിൻ ആണ്, കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡിസിപ്ലിൻ ആണ്, ഇന്നർ ഗ്രോത്തിന്റെ ഫലമാണ്. ആൻഡ് ദി ചിൽഡ്രൻസ് ആർ പ്രൗഡ് ഓഫ് ബീങ് ഏബിൾ ടു ഹെൽപ്പ് ദർ ക്ലാസ്മേറ്റ്. മറ്റു കുട്ടികളെ സഹായിക്കണം, മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് നല്ല സന്തോഷമായിരിക്കും, പ്രൗഡായിരിക്കും അവര്. ഒന്ന് വായിച്ചു നോക്കൂ ഈ 4 പോയിന്റ്.
ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നല്ല ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. പേഷ്യൻസ്, കോൺഫിഡൻസ്, ഒബീഡിയൻസ്, ഡിസിപ്ലിൻ, ലവ് ഓഫ് ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് കുട്ടികൾ അക്വയർ ചെയ്യുന്നതാണ്. When a children have apt environment and condition, ആക്ട് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും കണ്ടീഷനും കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ ദേ ആർ ഏബിൾ ടു എൻവോൾവ് ദർ ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടർ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. എ പേഴ്സൺ ഓഫ് എ ക്യാരക്ടർ ഇസ് ഫ്രീ, കോൺഫിഡന്റ് ആൻഡ് റിസൾട്ട്. നല്ലൊരു ഫ്രീ ക്യാരക്ടർ, നല്ല ഗുഡ് ആയിട്ടുള്ള ക്യാരക്ടർ, നല്ല കോൺഫിഡൻസ് ഉള്ള കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് അവൻ മാറും. The formation of these qualities come from the experience and exercise. ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസും കാര്യങ്ങളും കുട്ടികൾ അവരുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും എക്സസൈസിൽ നിന്നും അവർ അക്യൂർ ചെയ്യുന്നതാണ്. ഇറ്റ് കനോട്ട് ബി തോട്ട്, കാരണം നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നതോ അങ്ങനെയൊന്നല്ല. അവരുടെ എക്സ്പീരിയൻസിലൂടെ ആ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ ചെറുപ്പത്തിലെ അവര് അക്യൂർ ചെയ്യാണ്. ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, അവർ കറക്റ്റ് ആയിട്ട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ഓൺ ഡിസിഷൻസും കാര്യങ്ങളും സ്വയമേ എടുക്കാൻ പറ്റും. Therefore, children must get an opportunity to exercise these to form character. അവർ ക്യാരക്ടർ ഫോം ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ആ കുട്ടികൾക്ക് കിട്ടണം. They must learn to take their own decisions. കുട്ടികളുടേതായ ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് ഒരു അവസരം കിട്ടണം. When they decide and select for themselves, മെറ്റീരിയൽ ആണ് ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയിലെ മെറ്റീരിയൽ അല്ലേ സെലക്ട് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഏത് മെറ്റീരിയൽ വേണം, അവർ കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങുന്നു. കറക്റ്റ് അവർക്ക് വേണ്ട മെറ്റീരിയൽ ഏതാണ്, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് ക്വാളിറ്റീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും. ദ ഡെവലപ്പ് ദീസ് ക്വാളിറ്റീസ്. അങ്ങനെ നല്ല ക്വാളിറ്റീസ് ഉള്ള നല്ല ബെറ്റർ ആയിട്ടുള്ള കുട്ടികളായിട്ട് ആര് മാറും? മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾ മാറും. അപ്പൊ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള കുട്ടികളായിട്ട് മാറാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുക മാത്രമാണ്. ആദ്യം ചിലപ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കാം, അല്ലെ? ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കാം. പക്ഷെ അവർ പതുക്കെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ പറഞ്ഞ ക്വാളിറ്റീസും കാര്യങ്ങളും അക്വയർ ചെയ്യുന്നു. എന്തെല്ലാം ക്വാളിറ്റീസ് ആണ്? അവര് മറ്റുള്ളവരെ വർക്കിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ പരസ്പരം സഹായം, മോറൽ ഹെൽപ്പ്, നല്ല ഹാർമോണൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, നല്ല ഐക്യമുള്ള കുട്ടികളായിട്ട് മാറുന്നു. കോപ്പറേഷൻ എമംഗ് ദംസെൽഫ്, അവർ തമ്മിൽ നല്ല കോപ്പറേഷൻ വരുന്നു. ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുന്നു. ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളാവുന്നു. സോഷ്യൽ സെന്റിമെന്റ്സ്, ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒരു പരസ്പരം സോഷ്യൽ സെന്റിമെന്റ്സും കാര്യങ്ങളും വരുന്നു. ഇതിലൂടെ നല്ല ഗുഡ് പേഴ്സണാലിറ്റി ആൻഡ് നല്ല ക്യാരക്ടർ ഉള്ള കുട്ടികളായിട്ട് ഈ കുട്ടികൾ മാറാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ക്യാരക്ടറിസ്റ്റിക്സും കൂടി, ക്യാരക്ടറും കൂടി വായിക്കാം കേട്ടോ.
ഓക്കെ. അപ്പൊ ഇതിന്റെ മോക്ക് ടെസ്റ്റും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റ് വരോട്ട് നിങ്ങൾക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആണ് എടുക്കുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റ് വേഴ്സസ് ട്രഡീഷണൽ എൻവയോൺമെന്റ് കേട്ടോ. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് റീഡ് ചെയ്തിട്ട് വരണോ കേട്ടോ. യൂണിറ്റ് 2 ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നാൽ മതി. ജസ്റ്റ് ഇനി കമ്പാരിസൺ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പോ നമ്മളുടെ യൂണിറ്റ് 6 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഠിക്കാട്ടെ എല്ലാവരും. നമ്മള് ലാസ്റ്റ് ഏത് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. ബാക്കി വേറെ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ഒന്നും പറഞ്ഞില്ല. നോക്കാൻ പറഞ്ഞു. ഒരു ഇതെല്ലാം പറഞ്ഞതാണല്ലോ. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ. ആണ് സൈൻ ഔട്ട് പറയുന്നേ? ഞാൻ പറയാമോ? അസീന പറഞ്ഞോടാ. Thank you so much, Abarna ma'am, for today's class. It was clear, informative, and very helpful. With a heartfelt thanks to ma'am and all my dear friends, I am signing out now. See you all in the next class, inshallah. Thank you. Thank you. Thank you, ma'am. Thank you, ma'am.